എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം വാക്യം. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ ആകുന്നു. പൗലോസ് അപ്പോസ്തലൻ കൃപയാലുള്ള രക്ഷയെക്കുറിച്ച് ആവർത്തിച്ച് പ്രസ്താവിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ ഏതെങ്കിലും ഗുണമോ യോഗ്യതയോ അതിൻ്റെ പിന്നിലില്ല എന്നുകൂടെ നാം വ്യക്തമായി അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. ഈ വാക്യത്തിലും അതാണ് കാണുന്നത്. ദൈവത്തിൻ്റെ ദാനങ്ങളെക്കുറിച്ച് എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും മതി വരികയില്ല. അതിൽ തന്നെ അവിടുത്തെ അതുല്യ ദാനങ്ങളിൽ ഒന്നാണ് നമുക്ക് കൈവന്ന രക്ഷ. നമ്മുടെ നിത്യജീവൻ അതിനാലാണല്ലോ. നിത്യനാശത്തിന്, നരകത്തിന് യോഗ്യരായിരുന്ന നമ്മെ നിത്യരക്ഷയാൽ അവിടുന്ന് രക്ഷിച്ചു. ദൈവം ഈ ദാനം നൽകിയതിന് നാം കാരണമല്ല എന്ന് പറയുമ്പോൾ അതിൽ നമ്മുടെ ഒരു വിധത്തിലുള്ള സ്വാധീനവും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. അപ്പോസ്തലനായ പൗലോസ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തതിനെക്കുറിച്ച് പറയുമ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്നെ ക്രിസ്തുവിൽ നമ്മെ മുൻനിയമിച്ചു എന്നെഴുതുമ്പോൾ നാം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം ഈ രക്ഷ നമുക്കായി ഒരുക്കിയിരിക്കുന്നു എന്നുകൂടെ അർത്ഥമുണ്ട്. സർവജ്ഞാനിയായ ദൈവത്തിന് യാതൊന്നും അസാധ്യമല്ല. നമ്മുടെ അസ്തിത്വം ഉൽപ്പാദിതമാകുന്നതിന് മുമ്പേ ദൈവത്തിന് നമ്മെ കാണാൻ കഴിഞ്ഞു. എന്നാൽ നാം എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതുമെല്ലാം ഒരിക്കൽ ഉരുവായതിന് ശേഷം മാത്രമാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്വാധീനത്തിനും ദൈവത്തിൻ്റെ ഈ രക്ഷാദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു പങ്കും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തം. എല്ലാം ദൈവത്തിൻ്റെ ദാനം മാത്രം. രക്ഷ ദൈവത്തിൻ്റെ ദാനം, അതിനായി നൽകിയ കൃപ ദൈവത്തിൻ്റെ ദാനം. ആ രക്ഷയെ വിശ്വസിച്ചതും ദൈവത്തിൻ്റെ ദാനം മാത്രം. വിശ്വാസം ഉളവാക്കാൻ നമ്മിലേക്ക് വന്ന ദൈവവചനം ദൈവത്തിൻ്റേത്. അത് കേൾക്കാൻ അവസരം ഒരുക്കിയത് ദൈവം. അങ്ങനെ സകലത്തിലും ദൈവത്തിൻ്റെ പൂർണ്ണ ഇടപെടൽ കാണാൻ കഴിയുന്നു. നമുക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, എന്നാൽ നന്ദി അർപ്പിക്കാൻ ഏറെയുണ്ട് താനും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.